കോതമംഗലത്തെ സ്വകാര്യ ബസ്സുകൾ സമയക്രമം കൃത്യമായി പാലിക്കുന്നില്ല എന്ന് പരാതി. ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിൽ സർവീസ് അവസാനിപ്പിച്ച് അവിടെ നിന്നും പുനരാരംഭിക്കേണ്ട ബസ്സുകൾ ടൗണിലെ സ്റ്റാൻഡിൽ സമയം ചെലവഴിക്കുകയാണ്. ഏറെ വൈകിയാണ് ഇവിടെ നിന്നും ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് ഇവർ എത്തുന്നത്. യാത്രക്കാരും ജീവനക്കാരും തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കും ഇത് കാരണമാവുകയാണ്. കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ, പെരുമ്പാവൂർ, ആലുവ എന്നിവിടങ്ങളിൽ നിന്നും എത്തുന്ന ബസ്സുകൾ തങ്കളം സ്റ്റാൻഡിൽ പ്രവേശിച്ച് തുടർന്ന് ടൗൺ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ ഇറക്കിയ ശേഷം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തണം എന്നതാണ് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റിയുടെയും RTOയുടെയും നിർദ്ദേശം. ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലാണ് സർവീസ് അവസാനിപ്പിക്കേണ്ടത്. എന്നാൽ ചില സ്വകാര്യ ബസ്സുകൾ ഈ നിയമം പാലിക്കാതെ ടൗൺ ബസ് സ്റ്റാൻഡിൽ തന്നെ സർവീസ് അവസാനിപ്പിക്കുകയാണ്. ഇവർ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല. ഇക്കാരണം കൊണ്ട് തന്നെ ധർമ്മഗിരി ആശുപത്രി, ചെറിയപള്ളി, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിലേക്ക് എത്തേണ്ട യാത്രക്കാർ വീണ്ടും മറ്റൊരു ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരികയാണ്. ഇതേക്കുറിച്ച് ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. കോതമംഗലം തങ്കളം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡുമായിട്ട് ബന്ധപ്പെട്ട് മൂവാറ്റുപുഴ ജോയിന്റ് RTOയുടെ വളരെ വ്യക്തമായ ഉത്തരവുണ്ട്. കോതമംഗലം, എറണാകുളം, ആലുവ, മൂവാറ്റുപുഴ എന്ന ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിൽ നിന്നും ട്രിപ്പ് അവസാനിപ്പിച്ച് 0 പോയിന്റിൽ നിന്നും ബസ് പ്രവർത്തനം ആരംഭിക്കണം എന്ന് കൃത്യമായ ഉത്തരവുകൾ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും പാലിക്കാതെ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് കാലാകാലങ്ങൾ ആയിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഇവിടുത്തെ ജനപ്രതിനിധികളും ഇതിനെല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് മറയാക്കിക്കൊണ്ട് കോതമംഗലത്ത് അതിരൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്രകാരമുള്ള ബസ് ജീവനക്കാരുടെ നിലപാടിനെ തുടർന്ന് യാത്രക്കാരുമായി വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നതായും ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ വ്യക്തമാക്കുന്നു. ആലുവയിൽ നിന്ന് ബസ് കയറി കോതമംഗലത്ത് വന്നപ്പോൾ തങ്കളം ഭാഗത്ത് വെച്ച് ബസ് ജീവനക്കാരോട് എനിക്ക് കോതമംഗലം പോലീസ് സ്റ്റേഷന്റെ പരിസരത്തേക്ക് പോകണം എന്നാവശ്യപ്പെട്ടപ്പോൾ അവർ കോതമംഗലം ടൗണിൽ വന്ന് ബസ് ട്രിപ്പ് നിർത്തുകയാണ് ചെയ്തത്. വീണ്ടും ഞാൻ ഡ്രൈവറോടും കണ്ടക്ടറോടും ഈ കാര്യം ആവശ്യപ്പെട്ടപ്പോൾ അവർ സമയക്കുറവുണ്ട്, ഒരു കാരണവശാലും കോതമംഗലം ഹൈറേഞ്ച് ബസ് സ്റ്റാൻഡിലേക്ക് പോകില്ല എന്നുള്ള ധാർഷ്ട്യമായ മറുപടിയാണ് അവർ നൽകിയത്. ഈ വിഷയം സംബന്ധിച്ച് നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് കോതമംഗലം സർക്കിൾ ഇൻസ്പെക്ടർക്കും RTOയ്ക്കും പരാതി നൽകിയതായും ആം ആദ്മി പാർട്ടി ഭാരവാഹികൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.